നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. പഞ്ചായത്തുകളിലൂടെയുള്ള TCVയുടെ യാത്രയിൽ എത്തി നിൽക്കുന്നത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലാണ്. ചാവക്കാട് താലൂക്കിൽ മുല്ലശ്ശേരി ബ്ലോക്കിലാണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 20 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. പാടൂർ വെസ്റ്റ് മുതൽ പുളിക്കക്കടവ് വരെ നീണ്ടുകിടക്കുന്ന വാർഡുകൾ. ഏനാമാവ് പുഴയും കനോലി കനാലും കോൾ നിലങ്ങളാലും ചുറ്റപ്പെട്ട ഗ്രാമങ്ങളടങ്ങിയ പഞ്ചായത്താണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുണ്ട്. കഴിഞ്ഞ 2 തവണയായി LDF ആണ് ഭരണ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അംഗങ്ങൾക്കും ഭരണസമിതി അംഗങ്ങൾക്കുമൊക്കെ നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കാനുമുണ്ടാവാം. അത്തരം കാര്യങ്ങളിലേക്ക് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കനാണ് നമ്മോടൊപ്പം ഒരാളായിട്ടുള്ളത്. ഒപ്പം തന്നെ ഭരണസമിതി അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ സോമശേഖരനും നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. കാരണം പഞ്ചായത്തിൻ്റെ നിലവിലെ ഒരു സ്ഥിതി എന്താണ്, പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തി നിൽക്കുന്നു, മുന്നിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാം. എന്തായാലും പ്രസിഡന്റ് തന്നെ അത് പറയും. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 21 അധികാരം ഏറ്റെടുത്ത ഭരണസമിതിയാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടുകൾ ലഭ്യമാകുന്ന രീതിയിൽ അത് എല്ലാ മേഖലകളിലേക്കും തുല്യമായി വീതം കൊടുത്ത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെങ്കിടങ്ങ് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാര്യം തീരദേശ മേഖലയിൽ കുടിവെള്ളം ക്ഷാമം എല്ലാ കാലത്തും രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ്. അതിനെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി ജൽജീവൻ മിഷൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 3 ഘട്ടങ്ങളിലായി 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് റോഡുകളിലുണ്ടായ തകർച്ച അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറയാൻ തയ്യാറല്ല. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും ഓരോ വർക്ക് വ്യത്യസ്ത രീതിയിലാണ് ജൽജീവൻ മിഷൻ ഏറ്റെടുത്തിരുന്നത്. 1ാം ഘട്ടത്തിൽ റോഡ് പൊളിച്ച് പൈപ്പിടലും, 2ാം ഘട്ടത്തിൽ റോഡ് പൊളിച്ച് പൈപ്പിട്ട് അത് ഫില്ലിങ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. 3ാം ഘട്ടത്തിലാണ് റോഡ് പൊളിച്ചത് ഫില്ല് ചെയ്ത് ആ ഭാഗം ടാറിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുമൂലം നമ്മുടെ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 200-ൽ പരം റോഡുകൾ നിലവിലുണ്ട്. അതിൽ കുറേ റോഡുകൾ ഇപ്പോഴും പൊളിഞ്ഞ രീതിയിലുണ്ട് എന്നുള്ള കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മൾ സമ്മതിച്ചിരിക്കുകയാണ്. അല്ലാതെ വികസന പദ്ധതികൾ എന്തെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ടോ? അതായത് അവസാന ഒരു കാലഘട്ടമാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള എന്തെങ്കിലും അത് 2024 ബഡ്ജറ്റ് 25-26 ബഡ്ജറ്റ് നമ്മുടെ മാർച്ച് മാസത്തിലാണ്. അതിലാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ. നിലവിൽ ഭരണസമിതി അംഗം കൂടിയായ കോൺഗ്രസ് പ്രതിനിധി സോമശേഖരൻ, എന്താണ് നിലവിലെ പഞ്ചായത്തിൻ്റെ അവസ്ഥ? ഇതൊക്കെ തന്നെയാണോ? ഇതിലാദ്യമായിട്ട് ഇത്ര ഒരു അവസരം ഒരുക്കി തന്നതിന് TCV ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ നന്ദി പറയണം. ഇത് പഞ്ചായത്തിനെ പറ്റി പറയുന്നത് പഞ്ചായത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ പറയാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളമെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല. എല്ലാ പടവുകളും കംപ്ലീറ്റ് കൃഷി നശിച്ചു പോയി. വെള്ളം കയറിയിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ കാരണം അപ്പോൾ നമ്മളെ ഒരു വളയം ബണ്ടുണ്ട് ഏനാമാവ് ബണ്ടിനോട് ചേർന്നിട്ട്. അപ്പോൾ ഏനാമാവ് ബണ്ടിൻ്റെ ഷട്ടറുകൾ മാറ്റിയിട്ട് തന്നെ എത്രയോ 10-30 വർഷമായി തോന്നുന്നുണ്ട്. അതിനും ഒരു 2ാമത് മെയിൻ്റനൻസ് ചെയ്യുക പോലും ചെയ്യാറില്ല. ഈ വളയം ബണ്ടെന്ന് പറയുന്നത് വെള്ളം ഇറങ്ങുമ്പോൾ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കംപ്ലീറ്റ് മണ്ണ് അടിച്ച് തൂർത്ത് കെട്ടും. അതിനുശേഷം മഴ പെയ്യുമ്പോൾ അപ്പോൾ വീണ്ടും പൊട്ടിച്ച് അത് പുഴയിലേക്ക് തന്നെ, ഈ മണ്ണ് മുഴുവൻ പുഴയിലേക്ക് പോകുന്നു. വീണ്ടും അടുത്ത കൊല്ലം ഇതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു സ്ഥിരം സംവിധാനം ചെയ്തിട്ടില്ല ഇതുവരെ. അത് സ്ഥിരം സംവിധാനം ചെയ്യാൻ വെച്ചാൽ ലക്ഷങ്ങൾ ചിലവാക്കുന്ന ഓരോ പ്രാവശ്യവും ഓരോ വർഷവും ലക്ഷങ്ങൾ ചിലവാക്കുന്നത് നമുക്ക് ലാഭകരമാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഇതിലൂടെ ഒഴുകിപ്പോകുന്ന അഴിമതിയും ധൂർത്തും അതും നമുക്ക് തടയാൻ കഴിയും. അത്തരൊരു സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കർഷകൻ കൂടിയാണ്. കർഷക കമ്മിറ്റികളുടെയൊക്കെ പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും അതിലൊരു താല്പര്യമില്ലായ്മ പോലെയാണ് കാണുന്നത്. പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണസമിതിയും അതിനോട് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല നിരവധി പുളിക്കെട്ടുകളുണ്ട്. പഞ്ചായത്ത് ഒരു തീരദേശ മേഖല ആയതുകൊണ്ട് പല സ്ഥലത്തും പുളിക്കെട്ടുണ്ട്. ഇപ്പോഴും
പല സ്ഥലങ്ങൾക്കും പടിഞ്ഞാറ് കോടമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഉപ്പുവെള്ളം കയറിക്കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. എന്നിട്ടും അതിനൊന്നും ഒരു നടപടി ഇതേവരെ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതൊരു കാര്യം. പിന്നെ പഞ്ചായത്ത് റോഡുകളുടെ കാര്യം പറയാൻ വെച്ചാൽ റോഡുകളെല്ലാം തോടുകളായി. ചില റോഡുകളിലൊക്കെ ഇങ്ങനെ ചന്ദനക്കുരി തൊട്ട പോലെ അവിടെയും ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതാണ് പഞ്ചായത്തിൽ ചെയ്തത്. അത് എല്ലാ റോഡുകളിലും ഇല്ല, ചില റോഡുകളിൽ മാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് റോഡുകളെ പറ്റി പറയാൻ വെച്ചാൽ. പിന്നൊന്ന് റോഡിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ കണ്ണോത്ത് പുല്ല റോഡ് 2002 2003 MK പോൾസൺ മാഷ് MLA ആയിരിക്കുമ്പോഴാണ് അതൊരു റോഡിനെ കുറിച്ച് ആലോചന തുടങ്ങിയതും തൃശ്ശൂരിലേക്ക് വളരെ ലാഭകരമായ രീതിയിൽ എത്താവുന്നു. 18 കിലോമീറ്റർ 17 കിലോമീറ്റർ പറ്റേ വരുള്ളൂ ആ വഴി കിട്ടുക വെച്ചാൽ. അപ്പോൾ അതിനുവേണ്ടി അനുമതി വാങ്ങിച്ചതും അതിന് തുടക്കം കുറിച്ചും പണി ഉദ്ഘാടനം ചെയ്തും പോൾസൺ മാഷാണ്. പക്ഷേ അതിന് ശേഷം PM മാധവൻ MLA വന്നപ്പോൾ 6.5 കിലോമീറ്റർ ടാർ ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരു വർക്കും നടന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇലക്ഷനൊക്കെ ആവാറായപ്പോൾ ഒന്ന് തട്ടിപ്പൊട്ടി എല്ലാവരും കടപടഞ്ഞ് എഴുന്നേറ്റ് ഇപ്പോൾ ചെറിയൊരു വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് റോഡുകളുടെ അവസ്ഥ. കുട്ടികളൊക്കെ സ്കൂളിൽ കാലത്ത് അമ്മമാർ കുട്ടികളെ സ്കൂളിൽ സ്കൂട്ടർ കൊണ്ടുപോകുമ്പോഴും അതുപോലെ സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികൾ, 2 വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ തന്നെ ഈ റോഡിൻ്റെ കുണ്ടിലും കുഴിയിലൊക്കെ ചാടിയിട്ട് ബാലൻസ് തെറ്റിയിട്ട് കെട്ടിമഞ്ഞ് വീണ് കയ്യും കാലൊക്കെ ഒടിയാന്ന് പറയുന്നത് നിത്യസംഭവമാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച്. പലപ്പോഴും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ റോഡുകളുടെ അവസ്ഥ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളിസ്ഥലം, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന KI കുര്യാക്കോസ്, അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് കളിസ്ഥലത്തിന് ഇപ്പം ഈ കുട്ടികളുടെ യുവജനങ്ങളുടെ മാനസികാരോഗ്യം അതുപോലെ തന്നെ ശാരീരിക കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആയിട്ടാണ് പഞ്ചായത്ത് സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചത് കളിസ്ഥലമാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് സ്ഥലം എടുത്തു. പിന്നീട് വന്ന ഭരണസമിതി UDFൻ്റേതായിരുന്നു. അവരതിൽ ചെറിയ തോതിലൊക്കെ ഗ്യാലറി കെട്ടി അതിനും ഗ്രില്ലടിച്ച് മുകളിൽ നെറ്റ് അടിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പിന്നീട് ഇതുവരെയും ഒരു വർക്കും ചെയ്യാത്ത മാത്രമല്ല റോഡുകളിലുണ്ടാകുന്ന മാലിന്യ കൂമ്പാരങ്ങൾ മുഴുവൻ അവിടെ കൊണ്ട് തട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്നും ഇതുവരെ ഒരു നടപടിയും അതിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളോത്സവം എല്ലാ കൊല്ലം നടക്കുന്നതാണ് കേരളോത്സവം. അപ്പോൾ അതിന് ആ സമയമാകുമ്പോൾ ഒന്നാലും മുല്ലശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ പാടൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട്, ഏനാമ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാവുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ശരിയാക്കി കാണിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ വെച്ചാൽ അതൊന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ശ്മശാനം, അതിന് ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് തന്നെ ശ്മശാനമുണ്ട് പഞ്ചായത്തിൻ്റെ. അതും കുര്യാക്കോസ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ UDF കൊണ്ടുവന്ന ഒരു സ്ഥലം വിലക്കെടുത്ത് നടപ്പാക്കിയതാണത്. പക്ഷേ ആ ശ്മശാനത്തിൽ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും അത് പ്രവർത്തനരഹിതമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മൃതദേഹം സംസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പുക മുകളിലേക്ക് പോവാതെ താഴെ തന്നെ സ്പ്രെഡ് ചെയ്യണം. പരന്നു പോകുമ്പോൾ അടുത്തുള്ള അയൽവാസികൾക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഹരിതകർമ്മസേനക്കാരുടെ പണിയെടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു പരിഹാരം ഇതേവരെ പഞ്ചായത്ത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നിർത്തിവെക്കും, മൃതദേഹം എടുക്കൽ നിർത്തിവെക്കും, ഇടയ്ക്ക് പുനരാരംഭിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അതിന് പറിച്ചൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ ടാക്സി സ്റ്റാൻഡുണ്ട്, നമ്മുടെ പഞ്ചായത്തിൻ്റെ ടാക്സി സ്റ്റാൻഡിലും ഇതേപോലെ കുറേ മെറ്റൽ കൂനകളാണ്, അതുപോലെ പൊടിമണ്ണും. അപ്പോൾ അവിടെയുള്ള കടക്കാർക്കൊക്കെ അതിന് പൊടിയും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള ഓഫീസുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും അവിടെ ഇതൊന്നും മാറ്റി അത് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് ഇതുവരെയും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഈ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിൽ ഒരു ചെറിയൊരു ഹാള് പണിതുണ്ട്. 4 ചുമരും ഒരു മുകളിൽ ഷീറ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ, നമ്മുടെ നിലവിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ 4 ചുമരുകൾ കെട്ടി അതിൻ്റെ മുകളിലൊരു ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അതാണ് ചെയ്തിട്ടുള്ളത്. 25 ലക്ഷം രൂപ MLA ചിലവാക്കിയിട്ടാണ്, MLA ഫണ്ട് ചിലവാക്കിയിട്ട് ചെയ്ത പണിയാണ്. വേറെ ഒന്നുമില്ല. അതിലേക്ക് വേണ്ട കസേരകളും അനുബന്ധ സാമഗ്രികളൊക്കെ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ചിലവാക്കിയിട്ട് കൊണ്ടു കൊടുക്കണം. അതുപോലെ തന്നെ കറണ്ട് ഇതുവരെ ഒരു കൊല്ലത്തോളമായി ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുവരെ കറണ്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ അവിടെ തന്നെയുള്ള ഇലക്ട്രിസിറ്റി ഓഫീസുണ്ട്. ഇലക്ട്രിസിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്. അവർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്ട് GST എന്തോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പേരിൽ ഒന്നും തീർപ്പാവാത്ത കാരണം അവരത് മാനിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ വരുമാന മാർഗ്ഗം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബണ്ടിൻ്റെ അവിടെയുള്ള പാർക്ക്, നെഹ്റു പാർക്ക്, അതും MK പോൾസൺ മാഷ് MLA ആയിരിക്കുമ്പോഴാണ് കൃഷി വകുപ്പിൽ നിന്ന്
അത് ഏറ്റെടുത്ത് പഞ്ചായത്തിന് കളിസ്ഥലം, പഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു കുട്ടികൾക്കൊരു ചിൽഡ്രൻസ് പാർക്ക്. അതിനുവേണ്ടി മാഷ് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ സ്ഥലം നമുക്ക് പഞ്ചായത്തിന് വെച്ച് കിട്ടിയതും അതിൽ അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടി പാർക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തും പോൾസം മാഷ് തന്നെയാണ്. ആ പാർക്ക് ഇന്ന് കാലാകാലം മെയിൻ്റനൻസ് ചെയ്യാതെ അത് ടൂറിസം വകുപ്പിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് LDF ഭരണസമിതി, മുന്നുണ്ടായ LDF ഭരണസമിതി. പക്ഷേ അതൊന്നും തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള അതിനുള്ള നടപടിക്രമങ്ങളോ ഒന്നും ഈ LDF ഇപ്പോഴത്തെ ഭരണസമിതിയും ഒരനങ്ങാപ്പാറ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ എന്താണെന്ന് അറിയില്ല. പഞ്ചായത്തിൻ്റെ വരുമാന മാർഗ്ഗമാണ്, വരുമാന സ്രോതസ്സാണ് അതൊക്കെ ഇല്ലാതായി പോവുകയാണ്. അതിന് പഞ്ചായത്ത് കൂട്ടു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് അറിഞ്ഞുകൂടാ. മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെ ശരിക്ക് ഇറക്കാവുന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേട്ടങ്ങളെന്ന് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് കാര്യം. കാരണം UDF ഭരണസമിതി കൊണ്ടുവന്ന കാര്യങ്ങളിലൊക്കെ പണ്ട് നമ്മൾ വീടുമ്പിലൊക്കെ ചെറിയ ചാച്ചിറക്കിയിട്ട് വിറക് വര അല്ലെങ്കിൽ ആട്ടുംകൂട് കോഴിക്കൂടൊക്കെ ചെയ്യാറുണ്ട് പണ്ടത്തെ കാലത്ത്. അതുപോലെയുള്ളൊരു സംവിധാനം ഇന്ന് പഞ്ചായത്ത് 3 നില കെട്ടാനുള്ള എല്ലാ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ അന്ന് കുര്യാക്കോസ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആ ബോർഡിൽ ഞാൻ രംഗമായിരുന്നു. അപ്പോൾ ആ ബോർഡിന് അതിന് വേണ്ട ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് ചെയ്തുള്ളൂ. പക്ഷേ മുകളിൽ വെറുതെ ഒരു ഇത് കെട്ടിയിട്ട് അതൊരു EMS ഹാൾ എന്നുള്ളൊരു പേരിൽ ചെറിയൊരു ഹാളാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും പറ്റിയ ഒരു സംവിധാനമാണ് അത്. അപ്പോൾ അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണില്ല. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ. തീർച്ചയായും ഭരണസമിതി അംഗം എന്ന നിലയിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടിയാകുമ്പോൾ തീർച്ചയായും LDFിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തോളം തീർച്ചയായും ഇത്തരം ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യും. അത് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യങ്ങൾ, അതായത് പല പരിപാടികളും അതായത് വരുമാന സ്രോതസ്സുകൾ അടയ്ക്കുന്നു എന്നാണ്. അതെല്ലാം പല മാർഗങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ്. അത് ശരിയാണോ? പറയാം. അതിലിപ്പോൾ സോമചേട്ടൻ ആദ്യം പറഞ്ഞ കാര്യം എനാമാക്കൽ റെഗുലേറ്റർ പ്ലസ് ഇടിയഞ്ചിറ റെഗുലേറ്ററാണ്. ഇത് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമല്ല, ഒരു പ്രവൃത്തിയല്ല. സർക്കാർ മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്, UDF ഭരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഏകദേശം 50 വർഷമായിട്ടും ഈ ഒരു റെഗുലേറ്റർ സംവിധാനം പുതിയത് ഉണ്ടാക്കാൻ ഇന്നേ വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ നിലവിൽ ഇപ്പോൾ റെഗുലേറ്ററിൻ്റെ ഷട്ടർ സംവിധാനം പുതിയ സംവിധാനത്തിലേക്ക് മാറ്റാനായി ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 8 കോടി രൂപയുടെ വർക്കാണ് അത്. അതുപോലെ തന്നെ ഇടിയഞ്ചിറ ഇതേ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അതൊരു കേസുമായി കോടതിയിൽ പോയിരിക്കുകയാണ്. ഇടിയഞ്ചിറയിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ 2 വർഷമായിട്ട് ഈ ഉപ്പുവെള്ള ഭീഷണി വളരെയധികം പ്രതിസന്ധി, കൃഷിക്കാരാകെ നഷ്ടത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒന്നും പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്ന്. അത് നമ്മൾ അവിടെ ഉപ്പുവെള്ളത്തിൻ്റെ പ്രതിസന്ധി വന്നാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഓഫീസിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ കളക്ടറെ വിളിക്കും. ഇതൊന്ന് പരിഹരിക്കണം, അടയ്ക്കണം എന്ന് പറയാനാണ് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവരാണ്. അപ്പോഴേക്കും നമുക്ക് പഞ്ചായത്തിന്റെ, അതായത് ഇത്രയും കർഷകരെ ബാധിക്കുമ്പോൾ നമുക്ക് സമ്മർദ്ദം ചെലുത്താം, അത്ര നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അവരവരെ ഉപദേശക സമിതി കൂടി തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ഡാം തുറന്ന് വെള്ളം വിടും എന്ന് പറയുന്നുണ്ടെങ്കിലും വെള്ളം കൃത്യസമയത്ത് ഇവിടെ എത്തൂല. നെല്ലിലേക്ക് പുളിവെള്ളം കടക്കുന്ന രീതിയിൽ വരുന്നു, നെല്ല് കരിയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അത് 2 കൊല്ലമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഷട്ടർ സംവിധാനം വന്നാൽ ഇവിടെ വെള്ളം കൂടിയ 10 മിനിറ്റ് വേണ്ട, മോട്ടറുകൾ ഓൺ ചെയ്താൽ വെള്ളം പുറത്തേക്ക് വിട്ടു. അതേപോലെ തന്നെ അത് താഴ്ത്തി. അപ്പോൾ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കും. പക്ഷെ അതിനും ഈ ഷട്ടറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോടതിയിൽ 2 കരാറുകാരിൽ ഒരാൾ കോടതിയിൽ പോയിട്ട് കേസ് നിലനിൽക്കുകയാണ്. അത് തീർന്നിട്ടാണെങ്കിൽ ആ പണി നടക്കുള്ളൂ. അതുവരെ എല്ലാ കൊല്ലം ഈ വളയംകെട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം. പിന്നെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട വരുമാനമാർഗമായ ഇലക്ട്രിസിറ്റി ഓഫീസ് മാറിപ്പോകുന്നുള്ളത് അവർ കത്ത് തരികയാണ് ചെയ്തിട്ടുള്ളത്. അതിനവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സംവിധാനം ഇപ്പോൾ താഴത്ത് ബാങ്ക് നടത്താനാണ് ഇപ്പോൾ ഏത് പുതിയൊരു ബ്രാഞ്ച് വരുമ്പോഴും ഇത് എന്ന പോലെ അവർക്ക് താഴത്ത് കുറച്ച് സ്ഥലം റൂമുകൾ ഉണ്ടായിരിക്കണം, മുകളിലെ ഓഫീസ് സംവിധാനത്തിലും കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 സംവിധാനത്തിൽ താഴത്തപ്പോൾ അവർക്ക് കൊടുക്കാൻ അവരുടെ കയ്യിൽ നമുക്ക് റൂമില്ല, മുകളിൽ അതുകൊണ്ട് അവർ ഒഴിയാണെന്ന് അവരിങ്ങോട്ട് കത്ത് തരികയാണ് ചെയ്തത്. നമ്മൾ അങ്ങോട്ട് അവരെ ഒഴിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ് അത്, ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവർ ഇവിടുന്ന് ഒഴിയാണെന്നുള്ളത്. അതുപോലെ ഇപ്പോൾ BSNL അല്ല, അപ്പോഴും ആള് പറയുന്നത് അത്തരം പശ്ചാത്തല സംവിധാനം ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്തിന് ബാധ്യതയില്ല എന്നാണ്. പഞ്ചായത്തിന് അവിടെ ഒഴുക്കി കൊടുക്കാൻ വേറെ സ്ഥലമില്ല.
നിലവിലുള്ള റൂം നമ്മൾ ഓരോ മേഖലയ്ക്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഒരു കെട്ടിടക്കാരൻ തയ്യാറായാൽ പിന്നെ അതിലേക്ക് പോകാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ഓഫീസ് BSNLൻ്റെ അവർക്ക് ഇപ്പം നിലവിലുള്ള ഓഫീസ് മുഴുവൻ വേണ്ട. കാരണം അവർ ചെറിയൊരു വർക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കണുള്ളൂ. അപ്പോൾ അവരെന്താ വെച്ചാൽ മെയിൻ ഓഫീസ് ഒഴിയാണെന്ന് പറഞ്ഞാൽ അവരും കത്ത് തന്നു. പക്ഷെ നമ്മൾ അവരോട് നിർബന്ധിച്ച് കത്ത് നിങ്ങൾ മുഴുവൻ എടുക്കണം എന്ന് പറയാൻ പറ്റുന്നില്ല. അവരുടെ ടവർ ഇവിടെ നിലനിൽക്കുന്ന കാലം ആ ഒരു പീരീഡ് അവർക്ക് ഇവിടുത്തെ മിനി ഓഫീസായിട്ട് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ബാക്ക് സൈഡിൽ 3 റൂം അവർക്ക് വേണ്ടു. ബാക്കി ഫ്രണ്ടിലെ 2 നില കെട്ടിടം അവർ ഒഴിയാണ്. ഇപ്പോൾ അടുത്ത മാസമായിട്ട് ഏകദേശം അത് ഒഴിയും. ഗ്രൗണ്ട് നവീകരണത്തിന്റെ കാര്യത്തിൽ ആദ്യം അതിൽ ഗ്രൗണ്ടിൽ കളിച്ചിരുന്നതാണ് കുട്ടികൾ. പിന്നെ മഴ പെയ്ത് വെള്ളം കെട്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ കുറച്ച് മണ്ണ് കൂടുതൽ നമ്മുടെ തർക്കഭൂമികളിൽ നിന്നൊക്കെ കോരി കൊണ്ടുവന്ന മണ്ണ് അവിടെ ഇട്ട് അതൊക്കെ അതിലിറങ്ങി മണ്ണ് വന്നപ്പോൾ കുട്ടികൾ കളിക്കാനുള്ള രംഗത്തിൽ നിന്ന് മാറി. ഇപ്പം അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 ലക്ഷം രൂപയും വെങ്ങടങ്ങ് ഗ്രാമപഞ്ചായത്ത് 1 ലക്ഷം രൂപയും കൂടിയിട്ട് അതിൻ്റെ നവീകരണമായിട്ടുള്ള പ്രവർത്തനത്തിന് ടെൻഡർ നടത്തി എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. സൂരജ് എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് എടുത്തിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസം അത് മുഴുവൻ പണികളല്ല, അവിടെ കുട്ടികൾക്ക് കളിക്കാവുന്ന സംവിധാനത്തിലേക്ക് അവിടെ എത്തിക്കും. അത് കഴിഞ്ഞ് അടുത്ത 2ാം ഘട്ടത്തിലേക്ക് നമ്മുടെ അടുത്ത പദ്ധതിയിൽ അതിന് അടുത്ത കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് അടുത്ത ബഡ്ജറ്റിൽ തീരുമാനിക്കും. ഈ നെഹ്റു നേരത്തെ പറഞ്ഞ പാർക്ക് സംവിധാനം സർക്കാരിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു വരുമാനം അടയുകയാണല്ലോ. അത്തരത്തിലേക്കുള്ള നെഹ്റു പാർക്ക് ഇത് കൊടുത്തുള്ളത് വളരെ മുന്നേ കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരിക്കൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ കാര്യം DTPC അവിടെ വലിയൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഖ്യ കൊടുത്താലാണ് അവർ നമുക്കത് റിലീസ് തരുള്ളൂ. അത് അവർ എത്രയോ 1 കോടി രൂപയുടെ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത്ര സംഖ്യ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ നമ്മുടെ പഞ്ചായത്തിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് DTPCയുടെ കയ്യിൽ ഈ സാധനം പോണു. ഇത് 2005-10 കാലഘട്ടത്തിലാണ് ഈ സാധനം അവരിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. 2005-10 കാലഘട്ടത്തിൽ അന്ന് മുതൽ ഇപ്പോൾ DTPCയുടെ കയ്യിലാണ്. അവരിതിൽ പാർക്ക് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. ഈ കാശുകളൊക്കെ ഇറക്കിയിട്ട് അതിനിപ്പോൾ അവർ ഫീസ് മേടിച്ചിട്ടാണ് അതിലേക്ക് ആൾക്കാരെ കടത്തിവിടുന്നത്. അപ്പോൾ ആ വരുമാനം ഇപ്പോൾ DTPC തന്നെയാണ് കൊണ്ടുപോകുന്നത്, വേറെ ആർക്കും കിട്ടുന്നില്ല. പക്ഷേ തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നമുക്ക് കൊടുക്കാം. അവരെ അനുവദിച്ച് തരികയാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കാം. ഇത്രേ ഇതിൽ പറയാനുള്ളൂ. നേരത്തെ ഇപ്പം അങ്ങനെ പറഞ്ഞു, അതായത് പഞ്ചായത്തിനെ സംബന്ധിച്ച് 300ഓളം റോഡുകൾ ഉണ്ടെന്ന് 200ഓളം റോഡുകൾ ഉണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥ ശോചനീയമാണ്. അപ്പം ഒരു ഭരണസമിതിയുടെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും അതിനൊരു പരിഹാരമാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഭരണപരാജയമാണോ? അല്ല, ഞാൻ നേരത്തെ അതിൽ പറഞ്ഞു, നമ്മുടെ ഈ മേഖല കുടിവെള്ളം കിട്ടാത്തൊരു മേഖലയാണ്. പാടൂർ മേഖലയിലേക്കൊക്കെ ഏത് കാലത്തും വെള്ളം എത്തിക്കണം. ഇപ്പം അവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പൊളിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഒരു 7000 കണക്ഷൻ കൊടുത്തപ്പോൾ കുടിവെള്ളത്തിൻ്റെ പരിപാടി അവിടെ നിന്ന് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചു. അതിൽ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്. അതെല്ലാ വാർഡുകളിലും ഉള്ളതാണ്. അതിൽ പറ്റാവുന്ന വാർഡുകളിലെ റോഡ് പറ്റാവുന്നതല്ല, നമ്മൾ ഓരോ കൊല്ലം അവർക്ക് നമ്മൾ തരുന്ന സംഖ്യ ഉണ്ടല്ലോ, നമുക്ക് പ്രൊജക്റ്റിൽ നമുക്ക് റോഡ് മെയിൻ്റനൻസിന് വരുന്ന ഫണ്ട് അതിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒറ്റയടിക്ക് തീർക്കണമെങ്കിൽ കോടികൾ നമുക്ക് ഉണ്ടായാലേ അത് പറ്റുള്ളൂ. അത് വെങ്ങടങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും ജലജീവൻ കണക്ഷൻ പോയുള്ളവിടത്തൊക്കെ റോഡുകൾ മാന്തിയിട്ടാണല്ലോ ഒരു പൈപ്പിട്ട് പോയിട്ടുള്ളത്. അത് PWD റോഡായാലും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള റോഡുകളുടെ പണി പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് വിചാരിച്ചാൽ മാത്രം പോരാ. സർക്കാരിൻ്റെ ഫണ്ട് ഭീമമായി കിട്ടിയാൽ തന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഗൗരവമായിട്ടും വളരെ പ്രധാനപ്പെട്ട റോഡുകളുടെ മെയിൻ്റനൻസും ടാറിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഓരോ വാർഡിനും കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായ ഏത് റോഡാണ് ആദ്യം വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് അതനുസരിച്ചാണ് അതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ഉള്ളതാണ്, അതായത് പശ്ചാത്തല സംവിധാനത്തിൽ പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് പലപ്പോഴും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാകാത്തതും അല്ലെങ്കിൽ അത്തരം മറ്റേ സാങ്കേതികമായ പ്രശ്നങ്ങൾ പലതും പറഞ്ഞ് നടപ്പിലാകാതിരിക്കുമ്പോൾ ഒരു ജനതയാണ് ഫുൾ അവിടെ ബലിയാടാവുന്നത്. അപ്പം അവരുടെ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് കൂടുതൽ
അത് ബാധ്യതയായി വരുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായി സമ്മർദ്ദം ചെലുത്തി എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് പഞ്ചായത്തിൻ്റെ ഒരു ചുമതല കൂടിയല്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രഷറുകളോ അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുതൽ സർക്കാരിലേക്ക് ചെലുത്തുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്ക് ഇത്ര ഫണ്ട് തരില്ല. നമുക്ക് അനുവദിച്ച പ്ലാൻ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം റോഡ്, അതായത് പശ്ചാത്തല മേഖലയ്ക്ക് അനുവദിച്ചു തരുന്നു. ഒരു വർഷം ഏകദേശം 85-90 ലക്ഷം രൂപയാണ് വെങ്കടം ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡ് വികസനത്തിനായിട്ട് നമുക്ക് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട്. പിന്നെ വേറൊരു ഫണ്ടും ഇല്ല. പിന്നെ അതിൽ വരുന്നത് MLA ഫണ്ട് വരാം, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം വെച്ചുകൊണ്ടുള്ള ഫണ്ട് വരാം, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വരാം. ഇങ്ങനെയുള്ള മറ്റ് ചില റോഡുകൾക്ക് അങ്ങനെ ചില ഫണ്ടുകളും കൂടി ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ശ്മശാന വിഷയം, ശ്മശാനം ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു സ്ഥാപനമായാലും അതിന് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ സാധാരണ വരാറുള്ളതാണ്. അത് ചിലപ്പോൾ അതിൻ്റെ ബർണറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ പുകക്കുഴലിന് എന്തെങ്കിലും അടവ് വരാം. ഇങ്ങനത്തെ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വ്യാപകമായ വിഷയങ്ങളൊക്കെ തീർത്തിട്ടാണ് അത് റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. ശരിയാണോ മെമ്പറെ? അല്ല, ഇതൊക്കെ ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകാന്നല്ലാണ്ട് ഇനിയിപ്പോൾ അതിനിപ്പോൾ ഞാനെന്ത് പറയാനാ. ഇനിയിപ്പോൾ ജനങ്ങളെ അല്ല, ഞാനും പറയാം, ഞാൻ വരെ ഇവിടെ ബോഡി വെച്ചിട്ടുണ്ട്. ബോഡി വെക്കുന്നുണ്ട്. പുക പറയുന്നുണ്ട്, നടക്കുന്നുണ്ട്, പക്ഷേ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ചെറിയ ചെറിയ പോരായ്മകളാണ് പരിഹരിച്ച് പോകേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും ഇത് ചെറിയ പോരായ്മയല്ല. ഇത് ആ പുക ദുർഗന്ധമാണ് ഈ വരുന്നത്. ആൾക്കാർ ദഹിപ്പിക്കുമ്പോൾ ഉള്ള മണം. ആ മണം ചുറ്റുപാടുള്ള വീടുകളിലേക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് 10-50 സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ MCF. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അവരൊരിക്കൽ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റും പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊന്നും നമ്മൾ ശാശ്വതമായ ഒരു പരിഹാരം, അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പിന്നെ നമ്മളെല്ലാ കാര്യത്തിനും ഫണ്ടില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. ഫണ്ട് മേടിക്കാനുള്ള കഴിവും ഫണ്ട് എവിടെ പോയാലും കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ കളക്ടർ കാണണമെങ്കിൽ കളക്ടർ കാണണം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഡയറക്ടർ കാണണമെങ്കിൽ അവരെ കാണണം. അതും അല്ലെങ്കിൽ മന്ത്രിതലത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള പവറും ഇച്ഛാശക്തിയും പഞ്ചായത്തിന് വേണം. അതില്ലാത്തടത്തോളം നമ്മളിങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാന്നല്ലാണ്ട്. ഈ കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ നെല്ലും എനിക്കൊന്നും തെങ്ങ് കർഷകരാന്ന് തോന്നുന്നു ഈ പഞ്ചായത്തെ സംബന്ധിച്ച് കൂടുതലുള്ളത്. അത്തരം ഇപ്പം പ്രസിഡന്റ് അടക്കമുള്ള ഒരു കർഷകൻ കൂടിയാണ്. അപ്പൊ കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ആ മേഖലയിലേക്ക് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണം. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് കർഷകൻ കൂടിയായ കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തീർച്ചയായിട്ടും ആ മേഖലയിൽ വേണ്ടതാണ്. പിന്നെ ബണ്ടിൻ്റെ അവിടെ ഈ ഷട്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു 30-40 വർഷം മുന്നേ ചെയ്തുള്ള 40 വർഷം ഉണ്ടാവും എന്ന് തോന്നുന്നു മെയിൻ്റനൻസ് ചെയ്തിട്ട്. പിന്നെ അതിന് ശേഷം ഒരു മെയിൻ്റനൻസ് ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇപ്പോൾ അതുകൊണ്ട് 8 കോടി എന്ന് പറയുമ്പോൾ പണി വർക്ക് വരുമ്പോഴേക്കും ഇനിയും കാലങ്ങൾ കഴിയും. അപ്പോഴേക്കും ഒരു പരിവാവും ബണ്ട് രണ്ടാമത് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും. ആ രൂപത്തിലേക്ക് എത്തും. അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. കുടിവെള്ളത്തിന് അന്ന് ഈ KA കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആൾ 90കളിലാണ് അവിടെ കണ്ണോത്ത് നാട്ടുകല്ല് ടാങ്ക് പണിത്. വാട്ടർ ടാങ്ക് വലിയ ടാങ്കാണ്. ആ ടാങ്ക് ഉള്ള കാരണം നമുക്ക് ഇവിടെ കുടിവെള്ളം കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പൈപ്പ് ഇട്ടുകൊണ്ട് വെള്ളം കിട്ടില്ല. ഇപ്പോൾ മുല്ലശ്ശേരി പഞ്ചായത്തിലും 3 കൊല്ലമായി ഇപ്പോൾ പൈപ്പ് ഇട്ടിട്ട് ഇതുവരെ ഒരു സ്ഥലത്തും വെള്ളം കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം വേണ്ട, അതില്ല. ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യങ്ങൾ എത്രത്തോളം പഞ്ചായത്തിൽ നിൽക്കുന്നുണ്ട്? ലൈഫ് മിഷൻ പദ്ധതി വീടുകൾ അതിപ്പോൾ 2020 ലൈഫ് മിഷൻ പദ്ധതി അപേക്ഷ വിളിച്ചത്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിച്ച ആൾക്കാർക്കൊന്നും അത് പണി തീർക്കാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ വിഹിതമൊക്കെ നമ്മളത് പഞ്ചായത്ത് പദ്ധതിയിൽ വയ്ക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വർക്ക് നടന്നു പോകുന്നത് PMAY-യാണ്. അതിൽ പോരായ്മയായിട്ട് എന്താണ് മുന്നിലുള്ളത്? സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ശരിക്കും പഞ്ചായത്തിൻ്റെ അതായത് ദൈനംദിന പ്രവർത്തനങ്ങളെ അടക്കം ബാധിച്ചു എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അവരുടെ വിഹിതം വന്നാലല്ലേ നമ്മുടെ വിഹിതം കൂടി കൊടുത്താലേ അവർക്കത് പണിയാൻ പറ്റുള്ളൂ. പക്ഷെ വിഹിതം വരാണ്ട് അവർ പണിയണില്ല അതിൻ്റെ ഗുണഭോക്താക്കൾ. നമ്മൾ സാധാരണ അത് പണിയുമ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് തറപ്പണിക്ക് മുന്നേയായിട്ട് 40,000 രൂപ അവർക്ക് അഡ്വാൻസ് ചെയ്യണം. എന്നാലാണ് തറപ്പണി തുടങ്ങുള്ളൂ. അത് കഴിഞ്ഞ് ചുമര് കെട്ടി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലെ പൈസ കൊടുക്കണം. പിന്നെ വാർപ്പ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം കൊടുക്കണം. അങ്ങനെ കൊടുക്കാമെന്ന് പറയുമ്പോൾ വരുന്ന ഫണ്ട് എത്ര വീടിനുണ്ട് അതനുസരിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ലിസ്റ്റ് പ്രകാരം നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. വീടും അതുപോലെ സ്ഥലവും വീടും ഇല്ലാത്തവർ, വീട് തീരെ സ്ഥലമുണ്ട് വീടില്ലാത്തവർ. അത് മുഴുവൻ പോകാൻ കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ഈ ലൈഫ് മിഷൻ അങ്ങനെ ഒരു സംവിധാനം അത് വളരെ പരാജയമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം
ഈ ലൈഫ് മിഷൻ വരുന്നതിന് മുന്നേ, അതായത് ഒരു 10 വർഷം മുന്നേ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വീട് നമ്മൾ പഞ്ചായത്ത് നേരിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ബ്ലോക്കിൻ്റേതായിട്ടും പഞ്ചായത്തിൻ്റേതായിട്ടും. പക്ഷേ ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ 19-ലാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇപ്പോൾ 20 എടുത്തിട്ടില്ല എന്നുകൊണ്ട് ഇപ്പോഴും അത് ഒരു ആൾക്ക് 2 ആൾക്കാണ് കിട്ടുന്നത് പഞ്ചായത്തിൽ മൊത്തം. അല്ലാണ്ട് അത്ര അധികം ആൾക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ കാത്തിരിക്കുകയാണ്, വേഴാമ്പലിനെ പോലെ മഴവെള്ളം കാത്തിരിക്കാൻ, ഇപ്പോൾ കിട്ടും കിട്ടാണ്ടാകുമ്പോൾ ആൾക്കാർ എങ്ങനെയെങ്കിലും അത് പണം വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങൾ വിറ്റിട്ട് എന്തൊക്കെ ചെയ്തിട്ട് തല്ലി കൂട്ടി ചെറിയൊരു പെര പണിയും, അത് പണിത് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടലുമില്ല. അതാണ് അവസ്ഥ. അതായത് പല സാമ്പത്തികത്തിന്റെ പേരിൽ ഈ പദ്ധതികൾ അനന്തമായി നീണ്ടുപോകാൻ മാത്രമല്ല ഒന്നും നടപ്പാക്കുന്നതിനും പറ്റുന്നില്ല. അതാണ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നും കണ്ടില്ലെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പഞ്ചായത്തിന് കിട്ടുന്നില്ല. അത് വലിയൊരു പ്രശ്നം തന്നെ, പ്രോബ്ലമാണ്. നമുക്കൊരു കാര്യങ്ങളും നടത്താൻ പറ്റുന്നില്ല. ഈ റോഡുകളുടെ തന്നെ പണി കഴിഞ്ഞാലും ബില്ല് പാസ്സാക്കിയാലും ട്രഷറിയിൽ നിന്ന് പൈസ കിട്ടാണ്ടാകുമ്പോൾ അത് സ്പില്ലാവാണ്. അത് കിട്ടാണ്ടാകുമ്പോൾ പിന്നത്തെ പ്രാവശ്യം നമുക്ക് ഫണ്ട് കുറയാണ്. നിലവിലൊക്കെ ഇപ്പൊ സ്പിൽ ഓവർ ആണോ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 37 ലക്ഷം രൂപയാണ് നമുക്ക് പൊതു റോഡുകൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിന് കിട്ടിയത്. എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളത് 37 ലക്ഷം കൊണ്ട് ഇത്രയും റോഡുകൾ പഞ്ചായത്തിൽ ഏതെങ്കിലും റോഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഫണ്ട് വിഹിതം എങ്ങനെയാണ്? അതായത് പല പഞ്ചായത്തുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണസമിതിയിൽ തന്നെ വീതം വെപ്പ് മറ്റേ വിവേചനം കാണിക്കുന്നു എന്നൊക്കെയുള്ള നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 34 ലക്ഷം രൂപ ഉണ്ടായിരുന്നു സ്പിൽ ഓവറിൽ പെട്ടിട്ട് ബാക്കി കാശായിട്ട്. സംഗതി ശരിയാണ് സോമേട്ടൻ പറഞ്ഞത്, 67 ലക്ഷം രൂപ സ്പിൽ ഓവർ വർക്കിൽ പോയി. അപ്പൊ നമ്മുടെ 90-ൽ അത് പോയി. 134 ലക്ഷം കിട്ടിയത് ഒരു വാർഡിന് 2 ലക്ഷം രീതിയിൽ എല്ലാ 17 അംഗങ്ങൾക്കും. കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല, ഒരേപോലെ ആവശ്യപ്പെട്ടു, ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ വർക്കിലേക്കും വരണതും അതുപോലെ തന്നെയാണ്. ഇന്ന് ഒരു അംഗൻവാടി കെട്ടിടം പണിയണെ പോലും കോടികളാണ്. 25 ലക്ഷം രൂപ ഒരു 2 ലക്ഷം രൂപ കൊണ്ട് ഒന്നാവില്ല, നമുക്കറിയാം. അത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആകുമ്പോൾ അത് പല രീതിയിൽ അത് ബാധിക്കപ്പെടാം. അതിപ്പം തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടല്ല, ജനക്ഷേമത്തിന് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. 2 കാര്യം ഇവിടെ പൂർണ്ണ വിജയത്തിലെത്തിയിട്ടുണ്ട്: കുടിവെള്ളം, അതുപോലെ തന്നെ ലൈറ്റ്. പക്ഷേ റോഡ് സൗകര്യം നമുക്ക് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അടിസ്ഥാനപരമായ ഈ 3 കാര്യങ്ങളാണ് ഒരു പരിധി വരെ ജനവിഭാഗങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ന്യൂനപക്ഷമായ കുറേ ആൾക്കാർക്കാണ് മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരെ ഇതിലേക്ക് വരുള്ളൂ. ഈ ഒരു കാര്യത്തിലാണ്, റോഡിൻ്റെ കാര്യത്തിൽ കുറവുകളുണ്ട്. അപ്പം തന്നെ മറ്റൊരു പ്രധാന കാരണം ഈ നമുക്കറിയാം നവകേരള സൃഷ്ടിക്ക് മാലിന്യമുക്ത കേരളമാണല്ലോ പറയപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മാലിന്യ സംസ്കരണം പദ്ധതികൾ എത്രത്തോളമാണ് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു മാലിന്യ സംസ്കരണത്തിന് നമ്മൾ നല്ലൊരു MCF നമ്മുടെ പഞ്ചായത്തിൻ്റെ ആയിട്ട് പ്രവർത്തിച്ച് പോരുന്നുണ്ട്. ഒരു 30 ഹരിത കർമ്മസേന പ്രവർത്തകരെ നമ്മുടെ ഓരോ വാർഡുകളിലും ഓരോ ദിവസം തീരുമാനിച്ചതനുസരിച്ച് അവിടെ പോയി കളക്ഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു പലവിധമായ ഹരിതകർമ്മസേനയുടെ പ്രവർത്തികൾ നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ആരോപിക്കപ്പെടുന്നൊരു കാര്യം, അതായത് വീടുകളിൽ നിന്നും കളക്ഷൻ ചെയ്യുന്ന മാലിന്യങ്ങൾ ഇതുപോലെ MCF അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കുമിഞ്ഞു കൂടുന്നു എന്നൊരു പരാതിയുണ്ട്. അത്തരം പരാതികൾ പഞ്ചായത്തിലുണ്ടോ? എങ്ങനെയാണ്? ഇല്ല. ഇവിടെ അവർ എടുത്തു കഴിഞ്ഞാൽ മിനി MCFകൾ ഉണ്ട് കുറച്ച്, ഒരു 6-7 സ്ഥലത്ത്. അവിടെ സ്റ്റോക്ക് ചെയ്ത പഞ്ചായത്തിന് അത് കൊണ്ടുവരാനായിട്ടൊരു വണ്ടിയുണ്ട്. ആ പിറ്റേ ദിവസമെങ്കിലും ഇവിടുന്ന് എടുത്തിട്ട് നമ്മുടെ മെയിൻ സെൻറ്റർ ഉണ്ട്, അവിടെ എത്തിക്കും. അങ്ങനെ റോഡുകളിൽ അങ്ങനെ ഇട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊന്നും വെങ്ങടെങ്കിൽ ഉണ്ടായിട്ടില്ല. വെളിച്ച സംവിധാനങ്ങളിലേക്കൊക്കെ എങ്ങനെ, അതായത് ലൈറ്റ്, വഴിവിളക്കുകൾ എല്ലാം ഓക്കെയാണ്. മറ്റ് വേറെ എന്തെങ്കിലും പറയാം? നമ്മളിപ്പോൾ MLA 25 ലക്ഷം കൊടുത്തിട്ട് സാംസ്കാരിക നിലയം പണിതല്ല, വെറുതെ ഒരു ചെറിയൊരു ഹോളാണ്. ഇവിടുന്ന് അതുവരെ ഉണ്ടാവില്ല. ആ ഹോള് വെറുതെ ഷീറ്റ് അടിക്കാൻ മാത്രമേ ആയിട്ടുള്ളൂ, സൈഡ് ചുമര് വെച്ചിട്ട്. അതിന് 25 ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ഇത്രയും ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ട്. ഇവിടെ ഇതിന് കൊടുക്കുന്ന 4 ലക്ഷം രൂപയാണ് അത് സാങ്ഷനായി കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അവർ പറഞ്ഞ പോലെയൊക്കെ പണിത് അവരെ സ്ക്വയർ ഫീറ്റിൽ പണിത് കഴിഞ്ഞാൽ കിട്ടുന്നത് 4 ലക്ഷം രൂപ. ഇത് അപ്പം എല്ലാവർക്കും സർക്കാരിന് തന്നെ അറിയാവുന്ന ഇത്രയും 25 ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ഒരു വീട് പണിയാനുള്ള അവസ്ഥ നോക്കിയൊക്കെ. അപ്പോൾ അതിനൊക്കെ ആലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അതൊന്നും സർക്കാരിന് അതിന് നേരമില്ല, പഞ്ചായത്ത് അതിന് സമ്മർദ്ദം ചെലുത്താനും സമയമല്ലേ. അതായത്
പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഭരണസമിതിക്ക് ഒരു ദീർഘവീക്ഷണം ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ദീർഘവീക്ഷണം ഇല്ലല്ലോ, അതാണല്ലോ സംഭവിക്കുന്നത്. അതായത് ചില നമുക്കറിയാം ഈ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ചില പഞ്ചായത്തുകൾ പ്രത്യേകമായി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെട്ടിടത്തിൻ്റെ സൗകര്യം മൂലം ഒരാൾ പോകുന്നു എങ്കിൽ ആ കെട്ടിടത്തിന് കൂടുതൽ സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പോരായ്മയുണ്ടോ? പോരായ്മയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ പാർക്കിൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് കൂട്ടായ ഒരു തീരുമാനം പഞ്ചായത്തിൽ എല്ലാവരും കൂട്ടായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ വെച്ചാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എവിടെ പോയിട്ട് സമ്മർദ്ദം ചെലുത്താം. അതൊന്നും ഉണ്ടാവില്ല. ഇവർ കുറച്ച് ആൾക്കാർ പോകണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയണില്ല. അല്ല പഞ്ചായത്ത് ബോർഡിൽ അത്രയുള്ള കാര്യം. പഞ്ചായത്തിൽ ഞങ്ങൾ കുറേ ബഹളുണ്ടാക്കി, കുറേ ബഹിഷ്കരിക്കുക, കുറേ ഇറങ്ങിപ്പോക്ക് നടത്താന്നല്ലാണ്ട് വേറൊരു സൃഷ്ടിപരമായിട്ടുള്ളൊരു പ്രവർത്തനവും പഞ്ചായത്തിൽ നടത്തണില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റ് അതായത് ഇപ്പം കൃഷിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഒപ്പം തന്നെ ശ്മശാനമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ തെരുവ് നായ ശല്യമൊക്കെ ഇപ്പോൾ വല്ലാണ്ട് കൂടിയിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത്തരം അതായത് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു അതിന് പറയാൻ വെച്ചാൽ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പുതിയ ഷെൽട്ടറുകൾ പണിയാനാണ് സർക്കാർ പറഞ്ഞത്. അതിന് മനുഷ്യൻ താമസിക്കാൻ തന്നെ സ്ഥലമില്ലാത്തടത്ത് പട്ടികളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല വില കുറച്ച് കാണിക്കില്ല. അതൊക്കെ നിയമ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരെ പറയണ്ട. ഈ ABC പദ്ധതി അത്തരം കാര്യങ്ങൾ നടക്കുന്നത് അത് ഫലവത്താണോ? ശരിക്കും ഫലവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ചിലപ്പോൾ നമുക്ക് കിട്ടുക 6-5 കിട്ടും. അപ്പോഴേക്കും അവര് ബാക്കിയുള്ളവർ ഓടി ഉണ്ടാവും. അത് അതിരാവിലെ മെഡിക്കൽ ഓഫീസർ ടീം ഇറങ്ങി ചെയ്തിട്ട് ആ ഒരു വർക്കാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ABC വർക്കൊന്നും ഇപ്പൊ നടക്കണില്ല. ഇത് കൊണ്ടുപോയി ആരും പോയി അവിടെ വെക്കാൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരില്ലേ, അതിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന കാലഘട്ടമാണ്. അതായത് ഷെൽട്ടർ സംവിധാനത്തിലേക്കൊന്നും എത്താൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതായത് പഞ്ചായത്തുകൾക്ക് സ്ഥലം പരിമിതികൾ വളരെ ഇതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന വെങ്കടങ്ങ് അല്ലെങ്കിൽ ഇത്തരം നാട്ടും പുറത്തേക്ക് വരുമ്പോൾ റോഡിന് തന്നെ കൺജസ്റ്റഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ വീതി കുറവുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് ഇത്തരം ഷെൽട്ടർ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് നടപ്പിലാക്കാൻ സാധ്യതയില്ല. മറ്റ് ഇനിയിപ്പം പദ്ധതികൾ എന്തൊക്കെയാണ് ഇനി? അതായത് അടുത്ത ബജറ്റിലേക്ക് വരുമ്പോൾ ബജറ്റ് കാര്യങ്ങൾ പറയണ്ട, പക്ഷേ പഞ്ചായത്തിനൊരു വീക്ഷണം ഉണ്ടാവില്ല. ഇപ്പം ഇന്ന പദ്ധതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അത്തരത്തിലേക്ക് ഏത് മേഖലയിലേക്കാണ്? വിദ്യാഭ്യാസ രംഗമുണ്ട്, ആരോഗ്യ രംഗമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു അടുത്ത നിലവിലുള്ള അതായത് ഇനി മുന്നോട്ട് പോകാൻ പഞ്ചായത്തിന് പദ്ധതികൾ വേണം, കൂടുതൽ മെച്ചപ്പെടണമെന്ന് തോന്നുന്ന ഭരണസമിതിക്ക് തോന്നുന്നൊരു കാര്യം? അതായത് ആരോഗ്യരംഗത്ത് ഇപ്പം എല്ലാം സ്മാർട്ടാകുന്നു, സാങ്കേതികമായി ഡെവലപ്പ് ചെയ്യുന്നു, കിടത്തി ചികിത്സ അടക്കമുള്ള പഞ്ചായത്തുകളുണ്ട്, ആശുപത്രികൾ. അപ്പോൾ അത്തരത്തിലേക്ക് വെങ്കടങ്ങ് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ആരോഗ്യരംഗത്തെ നേട്ടം എന്തൊക്കെയാണ്? ആരോഗ്യരംഗത്ത് നമ്മുടെ PHC നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ കിടത്തി ചികിത്സ അവിടെ ഇല്ല. അതിനുള്ള സൗകര്യമുള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് അത്. കാരണം മുൻകാലത്ത് അത് പണി പൂർത്തീകരിച്ചപ്പോൾ അതിനുള്ള സംവിധാനത്തോടു കൂടി തന്നെയാണ് പണിതിട്ടുള്ളത്. പക്ഷേ അവിടെ ഡോക്ടർമാരെ കിട്ടാത്ത അവസ്ഥ, അവിടെ അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് 5 മണി വരെയുള്ള സമയം വരെ നമ്മുടെ പഞ്ചായത്തായാലും മുല്ലശ്ശേരി പഞ്ചായത്തിനായാലും അതുപോലെ ഏങ്ങണ്ടൂർ പഞ്ചായത്തിനായാലും അവിടെ വന്ന് OP വിഭാഗത്തിൽ കണ്ട് മരുന്ന് മേടിച്ച് പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പാടൂരാണെന്ന് മാത്രം. അതിനെപ്പറ്റി പറയാൻ വെച്ചാലും അതും ഈ കുര്യാക്കോസ് എന്ന് പറഞ്ഞ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹമാണ് അത് അങ്ങനെ അത്ര ഹോസ്പിറ്റൽ അവിടെ പാടൂർ മേഖലയിലാണ് കിട്ടിയുള്ള സ്ഥലം ആയിട്ട് കിട്ടിയതാണ് പഞ്ചായത്ത് പണിയിച്ചത്. അപ്പോൾ അത് മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും വെച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റൽ പഞ്ചായത്തിൻ്റെ കീഴിൽ വേറെ ഉണ്ടാവില്ലേ? അത്രയും ടോപ്പായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇതുപോലത്തെ ഒരു ഓഫീസ് വേറെ എവിടെയും കണ്ടുണ്ട്. ഇപ്പൊക്കെ പണിത് വരുന്നുണ്ടാവും. അന്ന് ഇതിന് തറക്കല്ലിടുമ്പോഴേ ഇന്നത്തെ MLA അടക്കം കളിയാക്കിയത് ഇത്രയും കാശ് എന്തിനാ കുര്യാക്കോസ് മണ്ണിൽ കൊണ്ട് കുഴിച്ചിടണമെന്ന് ചോദിച്ചിട്ട്. അന്ന് പഞ്ചായത്ത് രാജ് ബില്ല് നടപ്പായിട്ടില്ല, നടപ്പാക്കാൻ പോകണമല്ലോ. പിന്നെ ഞങ്ങൾ പോയതിന് ശേഷമുള്ള പിന്നത്തെ ടൈമിലാണ് പഞ്ചായത്ത് രാജ് ബില്ല് പാസ്സായതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് നല്ലോണം ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈമാണ് പഞ്ചായത്ത് രാജിനെ പറ്റി. അന്ന് കുര്യാക്കോസിന് ഞാനും കൂടി മിക്കവാറും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞാണത് നമുക്ക് ഭാവി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിരിക്കും നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്. ഒരു 2 ചെറിയ റൂമും ചെറിയൊരു ഹാളും മാത്രമായിരുന്നു പഴയ പഞ്ചായത്ത് ഓഫീസ്. ഒരു ചെറിയ കിണറും 5 കോലിൻ്റെ അത്ര അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇത്രയും വലിയൊരു ഇത് പഞ്ചായത്ത് ഈ സ്ഥലമൊക്കെ ഒന്ന് വിലക്കി മേടിച്ചാണ് അന്നത്തെ ബോർഡ് ഈ സ്ഥലങ്ങൾ മുഴുവൻ. അപ്പോൾ അതൊക്കെ ചെയ്തതും UDFൻ്റെ ഭരണസമിതിയാണ്. അതിലൊന്നും അതിൻ്റെ ഒന്നും ഒരു പിതൃത്വം ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അത് UDFന് മാത്രം അവകാശപ്പെട്ട തന്നെയാണ്. ഈ ഹോസ്പിറ്റലായാലും ടാക്സി സ്റ്റാൻഡായാലും ഈ പാർക്കായാലും ഈ പഞ്ചായത്തിൻ്റെ സ്ഥലങ്ങളായാലും മറ്റും എല്ലാം തന്നെ.
ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഇതുമില്ല, ഒരു സംഗതിയും എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു നേട്ടവും LDF ഇന്നല്ല ഇതുവരെ അവർ ചെയ്തിട്ടില്ല. അത് തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ച് വികസനം വരുന്നത് വളരെ നല്ല കാര്യമാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിന് തനത് ഫണ്ട് കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണ്. ജനോപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് പഞ്ചായത്ത് ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നതും നല്ലതാണ്. ഈ നമ്മളെ സംബന്ധിച്ചിപ്പം എനിക്കൊന്ന് പ്രളയം അത്യാവശ്യം അലട്ടിയിട്ടുള്ള ഒരു മേഖല കൂടിയാകും എന്ന് വിചാരിക്കുന്നു. അപ്പം അത്തരത്തിലേക്ക് മുൻകരുതൽ എന്നവണ്ണം എന്തെങ്കിലും നമുക്ക് പഞ്ചായത്തിനായി മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയൊരു വർഷക്കാലം വരാൻ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ അങ്ങനെ ഇപ്പോൾ 2 മഴ പെയ്യുമ്പോഴേക്കും റോഡുകളൊക്കെ വെള്ളക്കെട്ടാണ്. റോഡുകൾക്ക് കാനകളൊന്നും ഇല്ല, ഉള്ളതൊക്കെ തുറന്നു പോയിട്ട് കാന പണി നടക്കണില്ലല്ലോ. വെറുതെ റോഡിൽ മെയിൻ്റനൻസ് അവിടെയും ഇവിടെയും ചെയ്യാന്നല്ലാണ്ട് അപ്പോൾ വീടുകളിലേക്ക് സ്വാഭാവികമായിട്ടും വെള്ളം കയറുന്നു, അവരെ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ നാശമായി പോകുന്നു. അപ്പോൾ 2 ദിവസം വെള്ളം കിടത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞല്ലേ. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പിന്നെ പുഴയിലേക്കുള്ള ഈ പുളിക്കെട്ടുകൾ അതുപോലെ ഇതൊക്കെ അവിടെ റിസോർട്ട് വന്ന കാരണം കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ പഞ്ചായത്ത് ഫണ്ടിനെ പുറമെ നമുക്ക് പഞ്ചായത്ത് ലഭിച്ച ഫണ്ട് മാത്രം കൊണ്ട് നമ്മുടെ പ്രവർത്തനം ഒന്നും നടക്കാൻ പറ്റില്ല. നമുക്ക് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഒരുപാട് ഫണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഒരു 3.25 കോടി രൂപയോളം അത് ഏർപ്പെടുന്നുണ്ട്. പിന്നെ MLA വർക്കിൽ കുറച്ച് റോഡുകളൊക്കെ പണിതിട്ടുണ്ട്. തൊഴിലുറപ്പ് NREGSന്റെ തൊഴിലുറപ്പ് പദ്ധതിയിലും കുറച്ച് റോഡുകൾ ഇപ്പോൾ അവരൊരു 40 ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ സർക്കാരിൻ്റെ ഒരു പുതിയ നയം ഗ്രാമീണ റോഡുകളുടെ നവീകരണം. അതിനിപ്പോൾ വെങ്കടങ്ങ് പഞ്ചായത്തിൽ നിന്ന് 3 റോഡ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം 50 ലക്ഷം രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. ആ പണികളിലൊക്കെ ഉടൻ തന്നെ ടെൻഡർ നടപടികളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടിയ കാശും നമ്മുടെ ഫണ്ടും വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും. അതായത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ട്, പ്രത്യേകിച്ച് തനത് ഫണ്ടും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പല വിധമായ വിഹിതങ്ങൾ കൂടി വന്നാൽ മാത്രമേ പഞ്ചായത്തിൻ്റെ പുരോഗതി ഉണ്ടാവൂ, എന്നാൽ മാത്രമേ ജനോപകാരപ്രദമായി മാറുകയുള്ളൂ. അത്തരം പദ്ധതികളും ഫണ്ടുകളും കിട്ടി വെങ്കടങ്ങ് പഞ്ചായത്തിലും വികസനം വരട്ടെ എന്നാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് പറയാനുള്ളത്. എന്തായാലും നമ്മോടൊപ്പം പങ്കെടുത്ത പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കനും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധി കൂടിയായ പഞ്ചായത്ത് അംഗം സോമശേഖരനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്തായാലും മറ്റൊരു പഞ്ചായത്തുമായി വീണ്ടും കാണാം. നന്ദി.